മരട് നഗരസഭയിൽ ബഡ്ജറ്റ് ചർച്ച സംഘർഷഭരിതമായി. മരട് നഗരസഭ ബഡ്ജറ്റ് ചർച്ചയിൽ ശാന്തിവനം ശ്മശാനത്തെ അവഗണിച്ചു എന്ന വിഷയത്തിൽ ഭരണപ്രതിപക്ഷങ്ങളുടെ പോർവിളി. ഹിന്ദുവിനെ അപമാനിച്ചു എന്ന് ഭരണപക്ഷവും ഹിന്ദുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്ന കേന്ദ്രമായ ശാന്തിവനത്തെ അവഗണിച്ചു എന്ന് പ്രതിപക്ഷത്തിൻ്റെയും വാഗ്വാദത്തിനിടെ പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. നഗരസഭാ കവാടത്തിൽ ബഡ്ജറ്റ് കീറി കത്തിച്ചു. പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ ബഡ്ജറ്റ് പാസ്സായി. രണ്ടായിരത്തി 24-25 വർഷത്തേക്കുള്ള ബജറ്റാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. ഈ ബജറ്റ് യഥാർത്ഥത്തിൽ ഒരു തട്ടിക്കൂട്ട് ബജറ്റാണ്. ഈ നഗരസഭയുടെ ഈ പുതുക്കിയ ബജറ്റും കഴിഞ്ഞ തവണത്തെ ബജറ്റും പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും ഇതൊരു തട്ടിപ്പ് ബജറ്റാണ്. ഇത് രണ്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾക്കുൾപ്പെടെ പരിശോധിക്കാൻ ഞങ്ങൾക്ക് തരുന്നതിന് ഒരു മടിയുമില്ല. കഴിഞ്ഞ തവണ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പലതും ജലരേഖയായി അവശേഷിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമാണ് ഈ കുടുംബശ്രീ സഹോദരിമാർക്ക് സഹായകരമായ ഒരു പദ്ധതി എന്ന നിലക്ക് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട കോഫി ഷോപ്പ് ഈ നഗരസഭക്കകത്ത് വന്നു പോകുന്ന ആളുകൾക്ക്, ജീവനക്കാർക്കുൾപ്പെടെ, പൊതുജനങ്ങൾക്കുൾപ്പെടെ പ്രയോജനപ്പെടുത്താവുന്ന നിലക്ക് ഒരു കോഫി ഷോപ്പ് ഞങ്ങൾ സ്ഥാപിക്കും. പ്രഖ്യാപിച്ചിരുന്നു, നടപ്പായിട്ടില്ല. മറ്റൊന്ന് അശ്വമേധം ബസ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഈ അശ്വമേധം ബസ് ഒന്ന് നവീകരിച്ച് അതിനകത്ത് ഞങ്ങളൊരു പദ്ധതി ആവിഷ്കരിക്കും. അവർ പ്രഖ്യാപിച്ചിരുന്നു, നടന്നിട്ടില്ല. കണ്ണാടിക്കാട് മുതൽ കുണ്ടന്നൂർ വരെയും കുണ്ടന്നൂർ മുതൽ മരട് വരെയും വരുന്ന ദേശീയപാതയുടെ ഓരത്ത് ഞങ്ങൾ നടപ്പാത സ്ഥാപിക്കും. ഒരു പ്രഖ്യാപനമായിരുന്നു. എവിടെയെങ്കിലും നടപ്പാതയുണ്ടോ? അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ബജറ്റാണ് ഇത്തവണയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ്. ഇങ്ങനെ ആളുകളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ നഗരസഭക്കകത്ത് മാലിന്യങ്ങൾ കൊണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു വികസനകാര്യ ചെയർമാൻ തലയിൽ വെച്ച ബുദ്ധിയാണ് ഈ ചലിക്കുന്ന ക്യാമറ ഒരു പദ്ധതി. 8 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ക്യാമറ ഈ നഗരസഭയുടെ ആ കൗൺസിലർമാരിരിക്കുന്ന മുറിയിൽ വിശ്രമിക്കുകയാണ്. കാരണം കണ്ണു തുറക്കാത്ത ക്യാമറയാണ്. 8 ലക്ഷം രൂപ വെള്ളത്തിലായി ഈ നാട്ടിലെ. ആ 8 ലക്ഷം രൂപ മുടക്കി ക്യാമറ വാങ്ങിയ വകയിൽ എത്ര ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുന്നത് പറയേണ്ടേ ഇവർ? അത് പറയുന്നില്ല. ഈ നഗരസഭയിലെ 3 ഹാളുകൾ ഈ നഗരസഭയ്ക്ക് ഒരുപാട് വരുമാനം കിട്ടുന്ന ഹാളുകളാണ്. ആ ഹാളുകൾ ഒന്നുപോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ആ ഹാളുകളുടെ നവീകരണത്തെക്കുറിച്ച് ഈ ബജറ്റിനകത്ത് ഒരു പ്രഖ്യാപനമില്ലല്ലോ, ഒരു പൈസ മാറ്റിവെച്ചിട്ടില്ലല്ലോ. എന്താ മാറ്റിവെക്കാത്തത്? മാറ്റിവെക്കാത്തത് ഈ 3 ഹാളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരുടെ ഡിവിഷനുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായ? അതുകൊണ്ടാണ് ചെയ്യാത്തത്. അവിടെ വരുന്ന ആളുകൾ നട്ടപ്പിലാക്കവരായി പോവുകയാണ്. നയനാർ ഹാളിൽ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസക്കാലമായി ഹരിതകർമ്മസേനയുടെ ട്രെയിനിങ് നടക്കുകയാണ്. ആ സഹോദരിമാർക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമല്ലോ. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത സ്ഥലത്താണ് കൊണ്ട് 3 ദിവസമായി ക്യാമ്പ് വെച്ചിട്ടുള്ളത്. മനസ്സിലായി? ഇങ്ങനെ അബദ്ധജടിലമായ പ്രഖ്യാപനങ്ങൾ മാത്രമുള്ള തട്ടിക്കൂട്ട് ബജറ്റിനെതിരായിട്ടുള്ള ബഹിഷ്കരണമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ബഹിഷ്കരണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ വഴിവിളക്കിനെതിരെ നടന്ന സമരം കഴിഞ്ഞ 19 മാസക്കാലമായി വഴിവിളക്ക് കത്തിക്കുന്നില്ല. വഴിവിളക്ക് കത്തിക്കാത്തതിന് പറയുന്നൊരു ന്യായം, പ്രിയദർശിനി ഹാളിൻ്റെ മുകളിലുള്ള ഇമ്പച്ചിവാവ ഹാളിൽ വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണ്. അവിടെ വ്യവസായ യൂണിറ്റ് തുടങ്ങി അവിടെ ഞങ്ങൾ ബൾബുണ്ടാക്കി ആ ഉണ്ടാക്കുന്ന ബൾബ് ക്രെയിൻ വഴി നഗരസഭ എല്ലാ വാർഡുകളിലും സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. ഏത് കാലത്താണ്? അപ്പോൾ അതുവരെ ഇവിടെ ലൈറ്റ് കത്തണ്ടേ? ആരാണ് ഇത് ഉത്തരവാദി? അപ്പോൾ ഇങ്ങനത്തെ കഴിവുകെട്ട ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഭാഗമായി കൗൺസിൽ യോഗത്തിനകത്ത് ഇപ്പോൾ ഇന്ന് നടന്ന ബജറ്റ് ചർച്ചക്കകത്ത് ഞങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഞങ്ങൾ സംസാരിക്കുമ്പോൾ കയറി ഇടപെടുകയാണ്. ചെയർമാൻ്റെ മുകളിൽ ചില സൂപ്പർ ചെയർമാൻമാർ കിടന്ന് ഇങ്ങനെ നിരങ്ങുകയാണ്. ചെയർമാൻ കഴിവട്ടവരാണെന്ന നിലക്കുള്ള പരാമർശങ്ങളാണ്
അവർ തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഈ ബഡ്ജറ്റ് ഇവിടെ കത്തിച്ച് ഞങ്ങളുടെ പ്രതിഷേധം ഏർപ്പെടുന്നു. ഈ പ്രതിഷേധം ഞങ്ങളുടെ 11 പേരുടെ പ്രതിഷേധമല്ല, ഈ 33 ഡിവിഷനുകളിലെയും ഈ മരട് പ്രദേശത്തെ സ്നേഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായി? അതുകൊണ്ട് ഈ പ്രതിഷേധം പ്രതീകാത്മകമായി കണക്കിലെടുത്തുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഈ വർഷത്തെ ഈ മനോഹരമായ പേരുകളിൽ പറയുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്ന രീതിയിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ബഡ്ജറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് ആവർത്തിച്ചു പോരുന്നതാണ്. പേരുകളിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്ന് മാത്രം. ഇപ്പോൾ തന്നെ ഈ ബഡ്ജറ്റ് ബുക്കിന്റെ പുറകിൽ നോക്കിയാൽ മരട് ഒരു മധുര നഗരം, ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്ന പ്രസ്താവനയായിരുന്നു. അതായത് 25 കുടുംബങ്ങൾ ചേർന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് ആ സ്ഥലത്ത് ഫലവത്തായിട്ടുള്ള ഫ്രൂട്ട് എന്ന രീതിയിൽ ഒരു മരം നട്ട് അതിനെ സംരക്ഷിച്ച് മരട് ഒരു മധുര നഗരം എന്നുള്ളൊരു പ്രോജക്റ്റ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ കാലയളവിൽ വളരെയധികം പ്രസക്തി നേടി വാർത്താമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിന്ന് നോക്കുകയാണെങ്കിൽ ഈ നഗരസഭയുടെ ഈ ബഡ്ജറ്റിന്റെ പുറകുവശത്ത് ഈ പേപ്പറിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ ഫ്രൂട്ടിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രം ആ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പയിനുകൾ, രക്തദാന പരിശോധന ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഒരു പിടി സേവനം ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ടുള്ള ദരിദ്രരായവർക്കുള്ള ധാന്യങ്ങളും പലവ്യഞ്ജനങ്ങളും ശേഖരിച്ച് കൊടുക്കുന്ന പദ്ധതികൾ, ഇങ്ങനെ നഗരസഭയ്ക്ക് സാങ്കേതികത്വം ഇല്ലാത്ത പല പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്ന പ്രസ്താവനകൾ അടങ്ങിയ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഈ വർഷവും പുസ്തകത്താളുകളിൽ അടയിരിക്കുകയാണ്. അതിനുശേഷം ഇന്നത്തെ ബഡ്ജറ്റിൽ വരുന്ന കുറേ പേരുകളിലൂടെ പുതിയ പ്രസ്താവനകളുമായിട്ട് വന്നിട്ടുള്ളതാണ്. ചെയർമാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ബഡ്ജറ്റ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്തതാണ്. ഇവരെ സംബന്ധിച്ച് ഒരു നഗരസഭയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വികസനപരമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കേണ്ട ഒരു ബഡ്ജറ്റാണ്. സ്വാഭാവികമായിട്ടും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാരുകളും എല്ലാം ഇത് ചെയ്യാറുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ നൂതനമായ ആശയങ്ങളോ ഒന്നും ഇവിടെ ചേർക്കാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ എന്തോ തീരുമാനിക്കും അത് നടപ്പിലാക്കും, അത് ജനങ്ങൾ ഇത് അനുസരിച്ചോളും എന്നുള്ള രീതിയിലുള്ള നിലപാടുകളും ധാർഷ്ട്യങ്ങളുമാണ് ചെയർമാൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നഗരസഭയുടെ മുന്നിൽ ഇതിൻ്റെ നഗരസഭാ ബഡ്ജറ്റിന്റെ ഫ്രണ്ട് പേജ് ഇവിടെ കത്തിച്ചിട്ടുള്ളത്. ഇൻക്ലാബ് സിന്ദാബാദ്.